ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അയന. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്കിവിടെ പൊടിമീനാണ് കിട്ടിയിട്ടുള്ളത്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെങ്കിലും പക്ഷേ ഇത് വളരെ കഷ്ടപ്പാടാണ് ക്ലീൻ ചെയ്തെടുക്കാൻ. ഇന്നിപ്പോൾ ഏട്ടനും കൂടി കൂടാന്ന് പറഞ്ഞിട്ട് കേട്ടോ ക്ലീൻ ചെയ്യാൻ. സത്യം പറഞ്ഞ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പോൾ ഒന്ന് എന്തായാലും ഏട്ടനും കൂടി കൂടാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് പാടത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. വയമ്പെന്നാണ് ഇതിനെ പറയുക. നമ്മുടെ നാട്ടിൽ വയമ്പെന്നാണ് പറയുക. നിങ്ങളുടെ അവിടേക്ക് എന്താണ് പറയുക ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം ഇവിടെ മഴ പെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പാടത്തുനിന്ന് മീൻ കിട്ടും. അത് നമ്മുടെ ഇവിടെ ആളുകളൊക്കെ അങ്ങനെ വലയിടുമ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടിരുന്നതാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പൊടിമീൻ. ഇത് ഇങ്ങനെ നമ്മുടെ കൊഴുവിയൊക്കെ നന്നാക്കില്ലേ അതുപോലെ തന്നെയാണ്, പക്ഷേ ഇതിന് ചെറിയ ചെറിയ ചതമ്പലുണ്ടെന്നുള്ളൂ. അപ്പോൾ അതിങ്ങനെ കുത്തിക്കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു 2 മണിക്കൂർ പിടിച്ചു കൂട്ടാ. ഏട്ടൻ വലിയ ആവേശത്തിൽ കൂടാന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അവസാനം ഇട്ടിട്ട് പോയി. പിന്നെ ഞാനും അമ്മയും കൂടി 2 മണിക്കൂറിൻ്റെ പരിശ്രമത്തിനൊടുവിലാണ് ഇത് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തത്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതും കറി വയ്ക്കാനായിട്ടുള്ളത് വേറെ വേറെ തിരിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് കറി വയ്ക്കാനുള്ളത് നന്നായിട്ട് ഒന്നും കൂടി നമ്മളിത് കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഇത് എത്ര കഴുകിയാലും നമുക്കൊരു തൃപ്തി തോന്നില്ല. അതൊരു ചെളിയുടെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് പോകുന്നത് വരെ നന്നായി കഴുകിയെടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞളിട്ടു, കുരുമുളക് പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. നമുക്കിത് വറക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് കഴിക്കാറാവുമ്പോൾ എടുത്ത് വറുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നമ്മൾ കറി വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതെല്ലാം കൂടി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് പാല് പിഴിഞ്ഞിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത് അമ്മ അവിടെ ഇരുന്ന് നന്നാക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഒരു 4-5 അല്ലി മതിയാവും കേട്ടോ. ഒരു 4-5 അല്ലി വെളുത്തുള്ളി. പിന്നീട് ഒരു തക്കാളി എടുക്കുക. തക്കാളി ഒരെണ്ണം വേണ്ട കേട്ടോ, പകുതി ആയാലും മതി. പകുതി തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുമന്നുള്ളി എടുക്കുക. അത് നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് സവാള വേണം കേട്ടോ. സവാള ഒരു പകുതി മതിയാവും. നമ്മൾ മീൻകറിയിൽ കൂടുതലായിട്ട് ഉള്ളി ആഡ് ചെയ്തെടുക്കായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഒരു പകുതി സവാള മതിയാവും. അപ്പോൾ നമ്മുടെ അത്രയും കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇഞ്ചി ഒരു ചെറിയ പീസ് മതിയാവും. നന്നാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു 3 ചുമന്നുള്ളിയും കൂടിയിട്ട് നമ്മുടെ കുഞ്ഞൊരലുണ്ട് അതിലിട്ടിട്ട് ഒന്ന് നന്നായി ചതച്ചെടുക്കുക കേട്ടോ. ഇത് നമ്മുടെ ചട്ടിയിൽ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നീട് നമ്മുടെ തക്കാളി പകുതി മുറിച്ച് വെച്ചാൽ തക്കാളിയും കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സവോള കട്ട് ചെയ്ത് കൊടുക്കുക. സവോളയൊക്കെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഉള്ളിയിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചതയ്ക്കാണ്ട് മാറ്റി വെച്ചത് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ടാൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുടപ്പുളി ഇട്ടിട്ട് വെക്കണേ, കുടപ്പുളിയും വെള്ളത്തിലിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചിരകി വെച്ചായിരുന്ന നാളികേരം നമ്മൾ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പം നന്നായി നമ്മുടെ നാളികേരം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു സ്റ്റെയിനർ ഉപയോഗിച്ച് നമ്മൾ പാല് പിഴിഞ്ഞെടുക്കുക. ഇപ്പോഴത്തെ നാളികേരത്തിനൊക്കെ മുന്നത്തെ അത്ര ഒന്നും പാലില്ല കേട്ടോ. നേരത്തെ ഒക്കെ നല്ലോണം പാലുണ്ടായിരുന്നു ഒരു നാളികേരം ചിരവി പിഴിഞ്ഞെടുത്താൽ. ഇപ്പം അത്ര ഒന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ കുടപ്പുള്ളി വെള്ളത്തിലിട്ടുണ്ടായിരുന്ന ആ കുടപ്പുള്ളിനെ നന്നായി തിരുമ്മി ഇത് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് ചുറ്റിച്ചിട്ട് നമ്മുടെ സ്റ്റൗ കത്തിച്ച് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നന്നായി തിളയ്ക്കണം കേട്ടോ. നന്നായി തിളയ്ക്കുന്ന വരെ നമ്മുടെ ഫ്ലെയിം കൂട്ടി തന്നെ വെക്കുക. അപ്പോൾ അതവിടെ ഇരുന്നാവട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മീനൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. അത് നമ്മൾ എന്നിട്ട് വറക്കാനായിട്ട് വെക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ ഈ പാൻ ഇങ്ങനെ പുകയുന്നുണ്ട് കേട്ടോ, ആരും നോക്കണ്ട കേട്ടോ. പാൻ പുകയുന്നത് അത് സ്റ്റീൽ പാത്രമായ കാരണം നമ്മൾ പെട്ടെന്ന് ചൂടായി കഴിയുമ്പോൾ വേഗം അതിങ്ങനെ പുകഞ്ഞ് കയറും. അപ്പോൾ ചിലർക്കൊക്കെ നമ്മുടെ ഈ മീനുണ്ടല്ലോ, ചെറിയ മീനായതുകൊണ്ട് നന്നായി മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഇവിടെ എല്ലാവർക്കും അത് അത്രയും അങ്ങോട്ട് മുരിയുന്നത് ഇഷ്ടമല്ല. ഏട്ടനൊക്കെ അങ്ങനെ ചെറിയ വേവിൽ കിട്ടുന്നതാണ് ഇഷ്ടം.
അപ്പോൾ ഞാനതുകൊണ്ട് അത് അത്രയും മുരിച്ചെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റണം. അതിനായിട്ട് ഞാനൊരു സെർവിങ് ഡിഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഫ്രൈ ചെയ്ത മീനൊക്കെ അതിലേക്ക് മാറ്റി. ഇനി നമ്മുടെ കറിയും സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഇവിടെ വറ്റി പാകത്തിന് സെറ്റായി കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി കൂട്ടിയിട്ട് ചോറിന് കേട്ടോ. നല്ല കുത്തരി ചോറുണ്ട്, പിന്നെ നമ്മുടെ മീൻ ഫ്രൈ ചെയ്തതുണ്ട്, പിന്നെ നമ്മുടെ ക്യാബേജും ക്യാരറ്റും കൂടി ഒരു ഉപ്പേരി വെച്ചു, അതുണ്ട്. പിന്നെ നമ്മുടെ നല്ല ജാതിക്കച്ചാറുണ്ട് കേട്ടോ, അമ്മയിട്ട നല്ല ജാതിക്കച്ചാറുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് നല്ല കുശാലാക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പി ആയിട്ടും വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.